ആട്ടുകാൽ സൂപ്പാണ് റെഡിയാക്കാൻ പോകുന്നത്. കുക്കറിലാണ് റെഡിയാക്കുന്നത്. അതിൽ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു. അതിനുശേഷം ഞാനിതിൽ കുരുമുളക്, ജീരകം, ആട്ടുകാലെന്ന് പറയുമ്പോൾ ഒരു കിഴങ്ങാണ്. അതിന് കുറച്ച് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എന്നിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നോർമൽ പീസായിട്ടും ഇടാം. കുട്ടികൾ കഴിക്കാത്തതുകൊണ്ട് അതിൻ്റെ സൂപ്പ് നല്ലോണം ഇതിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ അത് മിക്സിയിലോട്ട് കുറച്ച് അരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് വാട്ടിയെടുക്കാം. നല്ലെണ്ണയിൽ ചെയ്യണതുകൊണ്ട് കുറച്ച് ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റും ഉണ്ടാവും. എന്നിട്ട് അതിലേക്ക് വെള്ളം, നമുക്ക് എത്ര സൂപ്പ് ആവശ്യമുണ്ടോ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 4 പേർക്കുള്ള സൂപ്പ് റെഡിയാക്കാനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് എരിവിനനുസരിച്ചുള്ള കുറച്ച് മുളക് പൊടിയും, ഓൾറെഡി അതിൽ കുരുമുളക് ചേർത്തിയതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്തിയിട്ടുള്ളൂ. ഇതിനാവശ്യമായ കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കൊത്തമല്ലി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ കറിവേപ്പില മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് ക്ലോസ് ചെയ്തിട്ട് അതൊരു 2 വിസിൽ വരണ വരെ നമുക്ക് കാത്തിരിക്കാം. നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. നല്ല മണം വരുന്നുണ്ട്. റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ആട്ടുകാലെന്ന് പറയുന്നത് നാര് പോലെ ഉണ്ടാവും. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോഴും നമ്മൾ കഴിക്കുമ്പോഴും ഒന്ന് അരിച്ചിട്ട് സൂപ്പ് എടുത്ത് കുടിച്ചാൽ നല്ലതാണ്. ഞങ്ങളിവിടെ ആട്ടുകാലെന്നാണ് പറയാറ്. ഇത് മരത്തിൽ ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു കിഴങ്ങ് വർഗം പോലെയാണ്. നിങ്ങളവിടെ എന്താ പറയാറുള്ളതെന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി സൂപ്പാണത്. വെരി ഹെൽത്തി സൂപ്പാണത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.